ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. ഞാൻ ഇന്നേ ഈ സൗണ്ട് പ്രേമികൾക്ക് വേണ്ടിയിട്ട് ആണ് ഈ വീഡിയോ ചെയ്യുന്നത്. സൗണ്ട് പ്രേമികൾക്ക് നമ്മൾ ഫോൺ ബെല്ലടിച്ച് തുടങ്ങി. എൻ്റെ ശബ്ദം കേൾക്കാൻ നേരെ ഫോൺ ബെല്ലടിക്കും. ഓക്കെ, ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒത്തിരി ഹയർ എൻഡ് അല്ല, എന്ന് വെച്ചാൽ വലിയ വിലയുടെ അല്ല, താഴെയല്ലാത്ത മീഡിയം റേഞ്ചിലുള്ള സാധാരണക്കാർ ആയ ആൾക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന, എന്നാൽ പ്രീമിയമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന, മാർക്കറ്റിൽ പേരുള്ള കുറച്ച് സബ്വൂഫറുകളും സ്പീക്കറുകളുമാണ് പരിചയപ്പെടുത്തുന്നത്. ഏകദേശം വിലകളൊക്കെ പറയാം. ഇപ്പോൾ നമുക്ക് ആദ്യം ഞാൻ പറയുന്നത് എന്ന് പറഞ്ഞാൽ ബൗസ്ട്രിക് എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ, നിങ്ങൾക്കറിയാം, നല്ലൊരു പ്രീമിയം ഗോൾഡ് സീരീസ് ഉണ്ട്, ഡോൾബി ഡിജിറ്റൽ സൗണ്ട് വരെ സപ്പോർട്ട് ചെയ്യുന്ന ബൗസ്ട്രിക്കിൻ്റെ 12 ഇഞ്ച് സബ്വൂഫർ. 12 ഇഞ്ച് സബ്വൂഫർ 2000 വാട്ട്സ് PMBയും 300 വാട്ട്സ് RMSും കിട്ടുന്ന നല്ലൊരു അടിപൊളി സബ്വൂഫർ. നല്ല ഫിനിഷ്ഡ് പ്രോഡക്റ്റാണ് ഇത്. ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ എല്ലാ സാധനവും പൊട്ടിച്ച് നിങ്ങളെ കാണിച്ചു തരാം. ഇതിപ്പോൾ ഞാൻ പൊട്ടിക്കാതെ കവറോടുകൂടിയാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ പുതിയ പുതിയ വീഡിയോസ് വരുമ്പോൾ നമുക്ക് കാണാം. ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക. അപ്പോൾ ഏകദേശം മാർക്കറ്റിലുള്ള സബ്വൂഫറുകൾ ഏതൊക്കെയാണ്, ലീഡിങ് സബ്വൂഫർ ഏതാണ്, ലീഡിങ് സ്പീക്കറുകൾ ഏതാണ്, നമുക്കത് കാറയിൽ ഉപയോഗിക്കുന്നത് വീട്ടിൽ ഉപയോഗിക്കാൻ പറ്റുമോ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളുമാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ബൗസ്ട്രിക്കിൻ്റെ ഇതിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ ഇത് 6990 MRP ഉള്ള ഒരു സബ്വൂഫറാണ്. വളരെ ഫിനിഷ്ഡ് ആണ്. നാളെ ഇത് പൊട്ടിച്ച് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ സാധനം 300 RMS നമുക്ക് കിട്ടുന്ന, ഇതിന് 6990 ഈ സാധനം നമ്മൾ 3490 ഓഫർ റേറ്റ് കൊടുക്കുകയാണ്. കുറച്ച് പീസ് നമുക്കുണ്ട്. ഓഫർ റേറ്റ് 3490 ഈ സാധനം കൊടുക്കുകയാണ്. അടുത്ത താരം എന്ന് പറയുന്നത് സോണി. നമ്മുടെ സോണി എക്സ്പ്ലോഡിൻ്റെ 12 ഇഞ്ച് 1800 വാട്ട്സ് പീക്കും 420 വാട്ട്സ് RMSും ഹാൻഡിൽ ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള 4 ohms 12 ഇഞ്ച് സബ്വൂഫറാണ്. ഇതിൻ്റെ വില 5990. ഇത് സബ്വൂഫർ വെക്കാൻ പറ്റിയ ബോക്സാണ് ഈ ഇരിക്കുന്നത്. മൊത്തം ഇരിക്കുന്ന ബോക്സ് പുതിയത് വന്നതാണ്. ഇതിനകത്ത് ഫുള്ള് ഊള് ചെയ്തിരിക്കുന്ന, തെർമോക്കോൾ ചെയ്ത് ഊള് ചെയ്തിരിക്കുന്ന ബോക്സാണ്. പല ടൈപ്പ് ബോക്സ് നമ്മുടെ കയ്യിലുണ്ട്. ഇതിപ്പോൾ പെട്ടെന്നൊന്ന് കാണിച്ചെന്നേ ഉള്ളൂ. ഇത് പൊട്ടിച്ച് നിങ്ങൾ കണ്ടിട്ടാണ് ഞങ്ങൾ പലത് സെറ്റ് ചെയ്തപ്പോൾ വന്നിട്ടുണ്ട്. അപ്പം സോണി ആണ്. ഇനി അടുത്ത സാധനം നമ്മൾ പോകുന്നത്, അടുത്ത സബ്വൂഫർ, അടുത്ത സാധനം നമ്മുടെ പൈനിയറിൻ്റെ 1500 വാട്ട്സ്. ഈ പൈനിയറിൻ്റെ ഒരു പ്രത്യേകത നിങ്ങൾക്കുണ്ട്. ഈ പൈനിയറിൻ്റെ സാധനങ്ങൾക്ക് ഒരു പ്രത്യേക സ്മൂത്ത്നെസ് ആണ് ഇതിൻ്റെ സൗണ്ടിനുള്ളത്. എന്ന് വെച്ചാൽ വലിയ ഈ അടിച്ചിങ്ങനെ പറിക്കുന്ന ഒരു സൗണ്ട് അല്ല പൈനിയറിന് വരുന്നത്. പൈനിയർ വളരെ പതുക്കെ മൂവ് ചെയ്യുകയും ആ വരുന്ന സൗണ്ട് വളരെ സ്മൂത്തായിട്ട് ഇരിക്കുകയും ചെയ്യും. ഈ ലോക്കൽ സബ്വൂഫർ കിടന്ന് പട്ട അടിക്കുന്ന അങ്ങനെ ചിന്തയുള്ള ആൾക്കാർക്ക് പറ്റിയ സാധനമല്ല പൈനിയർ. ഇറ്റ്സ് എ റോയൽ പ്രോഡക്റ്റ്. സൗണ്ട് ക്വാളിറ്റി അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ വേണം പൈനിയർ വാങ്ങാൻ. അല്ലാതെ ഇങ്ങനെ ഭയങ്കര തുള്ളലും ബഹളവും ചെണ്ടയ്ക്കകത്ത് കിടന്ന് ബഹളം വെക്കുന്നവർക്കുള്ള ഐറ്റം അല്ല ഇത്. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറഞ്ഞത്. അപ്പം ഇത് നല്ലൊരു സാധനമാണ്. നമുക്ക് ക്ലാസ് പ്രോഡക്റ്റാണ്. ഇവരുടെ ഡ്യുവൽ മാഗ്നറ്റ് സിംഗിൾ കോയിലാണിത്. ഇനി 1500 വാട്ട്സാണ് ഇതിൻ്റെ. PMBO എത്ര 7 ഇതിൻ്റെ MRP ഞാനിപ്പോൾ പറയാം. ഇതിൻ്റെ MRP 7090 രൂപയാണ്. ഇതിൻ്റെ എത്ര വാട്ട്സ് ആണെന്നും കൂടെ ഒന്ന് ഞാൻ നോക്കിക്കോട്ടെ. ഈ RMS വാട്ട്സ് ഇവിടെ എഴുതിയിട്ട് കാണും. RMS വാട്ട്സ് എന്ന് പറയുന്നത് 400 വാട്ട്സ് ഹാൻഡ്ലിംഗ് കപ്പാസിറ്റി ഉള്ള പൈനിയറാണിത്. ഇനി ഈ പൈനിയറിൻ്റെ ഈ ടൈപ്പ് 12 ഇഞ്ചിലെ രാജാവിനെ കാണിക്കാം. ഇതിനിവിടെ ഇരിക്കട്ടെ, പെട്ടെന്ന് മനസ്സിലാവും. ഇത് 12 ഇഞ്ച് രാജാവ് 1600 വാട്ട്സ്. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ പൈനിയറിൻ്റെ മൂവിങ്. ഇത് ഡ്യുവൽ കോയിലാണ്. ഡ്യുവൽ കോയിലാകുമ്പോൾ ഒട്ടും തന്നെ ഇത് ഇങ്ങനെ മൂവ് ചെയ്യില്ല. അത് അങ്ങോട്ട് തള്ളി ഇങ്ങോട്ട് തള്ളി ഇങ്ങനെ നിൽക്കുന്ന ഒരു സംവിധാനമാണ്. അപ്പം ഇതിൻ്റെ സൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു അസാധ്യ ക്വാളിറ്റിയാണ്. ബാസ് വരും, പക്ഷെ കിടന്ന് അടിക്കുകയില്ല. ലോക്കൽ സ്പീക്കർ കിടന്ന് അടിക്കുന്ന പോലെ കൊട്ടാന്ന് അടിക്കത്തില്ല. ഇത് ഒട്ടും അടിക്കുകയില്ല. ഇത് ഡ്യുവൽ കോയിൽ ഡ്യുവൽ മാഗ്നറ്റ് സാധനമാണ്. ഇതാണ് പൈനിയറിൻ്റെ
ചെറിയ ഇതിൽ വരുന്നതിൽ ഏറ്റവും ബെസ്റ്റ് ഒരു ഇതാണ്. ഇത് 500 വാട്ട്സ് വരെ ഇത് ഹാൻഡ്ലിംഗ് കപ്പാസിറ്റി ഉള്ള സാധനമാണ്. 1600 വാട്ട്സാണ്. ഇതിന് ഒരു ഇച്ചിരി വില കൂടുതലുണ്ട് മറ്റേതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. ഇതിൻ്റെ വില എന്ന് പറഞ്ഞാൽ 10,390 രൂപയാണ് ഇതിൻ്റെ വില. അതനുസരിച്ചുള്ള ക്വാളിറ്റി മാറ്റം ഈ സാധനത്തിന് ഉണ്ടെന്നുള്ളത് സത്യമായിട്ടും അടിപൊളി സാധനം. പിന്നെ ഈ ബാത്റൂമിനകത്ത് കിട്ടാന്ന് അടുപ്പിക്കാനുള്ള ആൾക്കാർക്ക് ഉള്ള ഏറ്റവും വലിയത് ഇത് സ്മൂത്ത് ആൻഡ് ക്വാളിറ്റി സൗണ്ട് ആഗ്രഹിക്കുന്നവർക്കുള്ളതാണ്. അത് പ്രത്യേകം നോട്ട് ചെയ്തോളൂ. അല്ലാതെ ഇത് മേടിച്ചിട്ട് എൻ്റെ ഇത് പഴയ മറ്റേ പോലെ അടിക്കുന്നില്ലെന്ന് പറഞ്ഞേക്കല്ലേ. ഇത് ആ മുഴക്കം മാത്രമേ കിട്ടുള്ളൂ. പിന്നെ അടുത്ത ലെജൻഡ് എന്ന് പറഞ്ഞാൽ ഹാർമൻ്റെ JBLൻ്റെ 1500 വാട്ട്സാണ് ഈ കാണുന്നത്. സീരീസ് 1500 വാട്ട്സ് ഹാർമൻ. ഇതൊരു ഭയങ്കര ലെവൽ സാധനമാണ്. JBLനെ കുറിച്ച് ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങൾക്കെല്ലാം അറിയാം. ഇതിന് 8499 രൂപയാണ് ഇതിൻ്റെ വില. 8499. ഇതിൻ്റെ സബ്വൂഫർ RMS എന്ന് പറയുമ്പോൾ 325 ഇതിൻ്റെ RMS. ഇതിൻ്റെ പീക്ക് 1500 പീക്കുള്ള JBLൻ്റെ ഒറിജിനൽ സാധനം. ഹാർമൻ ഗാർഡും JBLും ഇപ്പോൾ സാംസങ് എന്ന് പറഞ്ഞ കമ്പനിയാണ് കൂടുതൽ ഷെയർ ഉള്ളത്. അതുകൊണ്ട് ഇതിൽ സാംസങ് കമ്പനി എന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. JBLും ഹാർമനും സാംസങ് കൂടെ ചേർന്ന് നിർമ്മിക്കുന്ന ഒരു അത്യുഗ്രൻ സാധനമാണ് ഈ JBLൻ്റെ സബ്വൂഫർ. അപ്പോൾ നമുക്കിവിടെ കാഞ്ഞിരപ്പള്ളിയിലുള്ള സോണി ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞ നമ്മുടെ സ്ഥാപനത്തിൽ ആവശ്യത്തിന് റെഡി സ്റ്റോക്കുള്ള 12 ഇഞ്ച് സബ്വൂഫറാണ്. അപ്പോൾ നമ്മുടെ കാഞ്ഞിരപ്പള്ളി സോണി ഇലക്ട്രോണിക്സിൽ ആണ് ഈ സാധനങ്ങളുള്ളത്. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും നമ്മളിത് കൊറിയർ അയച്ചു തരാം. നേരിട്ട് വന്ന് നിങ്ങൾ വാങ്ങുവാണെങ്കിൽ അത് എത്ര ഒന്നുമല്ല. ഈ 5 സ്പീക്കറും ഈ 5 സബ്വൂഫറും 12 ഇഞ്ചാണ്. ഇത് ഒറിജിനൽ ആണെന്നുള്ളതിന് നമുക്ക് വിത്ത് 1 ഇയർ ബില്ല് വിത്ത് 1 ഇയർ വാറണ്ടിയിലാണ് ഇത് നിങ്ങൾക്ക് തരുന്നത്. നിങ്ങൾക്ക് കേരളത്തിലല്ല ഇന്ത്യയിൽ എവിടെയും പൈനിയറിൻ്റെയോ സോണിയുടെയോ JBLൻ്റെയോ ബോസ്റ്റണിൻ്റെയോ ഏത് സർവീസ് സെൻറ്ററിൽ കൊടുത്താലും ഇത് നമുക്ക് റീപ്ലേസ് ചെയ്ത് കിട്ടും, സർവീസും കിട്ടും. അതിന് ഞാൻ ഗ്യാരണ്ടി. നിങ്ങൾക്ക് ഒറിജിനൽ GST ബില്ല് വാറണ്ടി പേപ്പർ സഹിതമാണ് ഇത് തരുന്നത്. ഒറിജിനൽ ആണെന്ന് അറിയാൻ അതിൽ കൂടുതലൊരു തെളിവ് ആവശ്യമില്ല. ഇനി നമുക്ക് ഇതിൻ്റെ കുറേ സ്പീക്കറുകളുണ്ട്. സ്പീക്കറുകൾ നമുക്ക് ഏതൊക്കെ ടൈപ്പ് സ്പീക്കറുകളുണ്ടെന്നുള്ളത് ഇനി ഒന്ന് പരിചയപ്പെടാം. ഇനി സ്പീക്കറുകൾ പറയാം. സ്പീക്കർ ഡ്യുവലായിട്ട് 2 എണ്ണം വരുന്ന സ്പീക്കറാണ്. കാറയിൽ ഉപയോഗിക്കാം, വീട്ടിൽ ഉപയോഗിക്കാവുന്ന ഇതാണ്. കാറയിൽ ഉപയോഗിക്കുന്ന സ്പീക്കറുകൾ വീട്ടിൽ ഉപയോഗിച്ചാൽ ഡാമേജ് കുറവായിരിക്കും. കാരണം എന്ന് വെച്ചാൽ ഇത് ഈർപ്പം അടിച്ചാലോ തണുപ്പ് വന്നാലോ, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൻ്റെ കാലാവസ്ഥയിൽ നമുക്ക് ഹ്യൂമിഡിറ്റിയും പൂപ്പലും എപ്പോഴും ഉള്ളതുകൊണ്ട് കാർ സ്പീക്കറുകൾ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്നതാണ് എപ്പോഴും നല്ലത്. അല്ലെങ്കിൽ പെട്ടെന്ന് സാധാരണ പേപ്പർ വെച്ചുള്ള പെട്ടെന്ന് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് ഇതാണ്ട് ആദ്യം ഉള്ളത് നമുക്ക് സോണിയുടെ 230 വാട്ട്സ് 35 വാട്ട്സ് RMS ഉള്ള 2-വേ സ്പീക്കറാണ്. ഇത് 5 ഇഞ്ച് സ്പീക്കറാണ്. ഇത് എപ്പോഴും അങ്ങനെ കിട്ടുന്നതല്ല. ബ്രാൻഡഡ് 5 ഇഞ്ച് കിട്ടാൻ പാടാം, 4 ഇഞ്ചും 5 ഇഞ്ചും കിട്ടാൻ പാടാം. അപ്പോൾ 5 ഇഞ്ച് സ്പീക്കർ നമ്മുടെ സ്റ്റോക്കുണ്ട്. ഇതിൻ്റെ വില എന്ന് പറയുന്നത് 2,990 രൂപയാണ് ഇതിൻ്റെ വില. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ 6 ഇഞ്ച് സ്പീക്കറാണ് സോണിയുടെ. 260 വാട്ട്സ് 45 വാട്ട്സ് 2-വേ, അത് 6 ഇഞ്ചാണ്. ഇതിൻ്റെ വിലയെന്ന് പറയുമ്പോൾ 3,290 ഇതിൻ്റെ വില. 3,290 6 ഇഞ്ച് സോണി. പിന്നെ 300 വാട്ട്സിൻ്റെ പൈനിയറുണ്ട്. ഇത് 3-വേ ആണ്. ഈ 3-വേ വിത്ത് ഗ്രില്ലാണ്. ഇത് ഗ്രില്ലും ഉള്ളതാണ് പൈനിയറിൻ്റെ. ഇതൊരു നല്ല സ്പീക്കറാണ്. അപ്പം ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 3,290. സോണിയുടെ തന്നെ റേറ്റാണ്. പക്ഷേ സോണി 2-വേ ഉള്ളൂ. ഈ പൈനിയർ ഇത്
3 വേ ഉണ്ട്, വിത്ത് ഗ്രില്ലും ഉണ്ട്. അതാണ് കൊച്ചു സ്പീക്കറുകൾ കഴിഞ്ഞു. ഇനി അടുത്ത വലിയ സ്പീക്കറുകളിലേക്ക് പോകാം. നമുക്ക് പൈനിയറിൻ്റെ ഓവൽ സ്പീക്കർ. ഇത് പൈനിയറിൻ്റെ ഓവൽ സ്പീക്കറാണ്. 450 വാട്ട്സ് മാക്സിമം വെക്കുന്നത്. അത് അടിപൊളി സ്പീക്കറാണ്. കഴിഞ്ഞ ദിവസം പിടിപ്പിച്ച് ഞാൻ ഓഡിയോ ഇട്ട് നിങ്ങൾ കണ്ടായിരുന്നു. ഇത് 4 വേ ആണ്. ഇതിന് 6190 ഇതിൻ്റെ വില. അതായത് 2 ട്യൂട്ടറും ഒരു മിഡ് റേഞ്ചും, 2 ട്യൂട്ടറും ഒരു മിഡ് റേഞ്ചും ഒരു ഊഫറും ഉള്ള സെറ്റ് ഇതാണ്. പിന്നെ നമ്മുടെ അടിപൊളി സാധനം നമ്മുടെ സ്വന്തം സോണിയുടെ ഇതൊരു സൂപ്പർ സ്പീക്കറാണ്. 420 വാട്ട്സ് 60 വാട്ട്സ് RMS ഉള്ള സോണിയുടെ വിത്ത് ഗ്രില്ല്. ഇതിൻ്റെ വില എന്ന് പറയുമ്പോൾ 4990 ഇതിൻ്റെ വില. ഇത് നല്ല 3 വേ അടിപൊളി ഒരു സ്പീക്കറാണ്. അതാണ് ഇതിൻ്റെ പ്രത്യേകത സോണിയുടെ. പിന്നെ നമുക്കുള്ളതെന്ന് പറഞ്ഞാൽ ബ്ലൂ പമ്പ് ഉണ്ട്. ബ്ലൂ പമ്പ് അതും ഒരു അടിപൊളി സാധനമാണ്. ഇതിന് 5990 ഇത് 5990 കിട്ടുന്ന ബ്ലൗ പന്തിൻ്റെ 3 വേ സ്പീക്കറാണ്. ബ്ലൗ പന്തിൻ്റെ 3 വേ സ്പീക്കർ. ഇതൊരു നല്ല അടിപൊളി സ്പീക്കറാണ്. നല്ല സൗണ്ട് ക്വാളിറ്റി ഉള്ളതാണ്. ബ്ലൗ പന്തിനെ കുറിച്ച് അറിയാമല്ലോ നിങ്ങൾ, ജർമ്മൻ. പിന്നെ ഇനി ഹൊസോണി എന്ന് പറഞ്ഞൊരു കമ്പനിയുണ്ട്. അത് നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള 800 വാട്ട്സിൻ്റെ ഒരു സ്പീക്കറാണ്. ഇതിന് നമുക്ക് റേറ്റ് കുറവാണ്. ഏതാണ് 2000 രൂപ മിച്ചം, 2500 രൂപയോളം ഇതിൻ്റെ വില വരത്തുള്ളൂ. പിന്നെയുള്ള ഹൊസോണിയുടെ തന്നെ 2-3 ടൈപ്പ് ഉണ്ട്. അവരുടെ തന്നെ ഹൊസോണിയുടെ തന്നെ ചെറിയ 6 ഇഞ്ച് സ്പീക്കറും ഉണ്ട്. ഇതിന് 1500 രൂപ വിലയേ ഉള്ളൂ. പിന്നെ അവരുടെ തന്നെ കാർ സ്റ്റീരിയോ ഉണ്ട്. ഇതിന് 2000 രൂപയിൽ താഴെ ഉള്ളൂ. നല്ല കാർ സ്റ്റീരിയോ ആണ്. ഫിക്സഡ് പാനൽ കാർ സ്റ്റീരിയോ ആണ്, നല്ലതാണ്. ഇതിന് 2000 രൂപ താഴെ വിലയേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളും കൂടെ ഉണ്ട്. അപ്പോൾ ഒന്ന് കാണിച്ചെന്നുള്ളേ ഉള്ളൂ. പിന്നെ ഒരു അടിപൊളി സാധനമുണ്ട്, ഒരു സൂപ്പർ സാധനം. അതിപ്പോൾ ഞാൻ വേറൊരു ഷോർട്ടായിട്ട് കാണിക്കാം. അല്ലെങ്കിൽ ഇതിനകത്തൊന്ന് കാണിക്കായിരുന്നു. അത് ഞാൻ എവിടെയാണ് വെച്ചിരിക്കുന്നു നോക്കട്ടെ. സൂപ്പർ ട്യൂട്ടറാണിത്. അടിപൊളി ട്യൂട്ടർ. ഡൂം ട്യൂട്ടർ എന്നൊക്കെ പണ്ട് പറയുന്ന പോലെ JBL ഒരു ട്യൂട്ടറാണ്. ഇത് കാലയിലൊക്കെ ഈ സാധനം വെച്ചാൽ ഉണ്ടല്ലോ വേറെ ലെവലാണ്. എന്നെ സുഖമാണെന്നറിയോ. അടിപൊളി ട്യൂട്ടർ. പിന്നെ ഇത് കൂടാതെ വില പറഞ്ഞ ട്യൂട്ടർ നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ, ചെറിയ വിലയുടെ ഉണ്ട്. പക്ഷെ അതേ വരുന്ന ഒരു സൗണ്ട് അല്ല ഇതിൻ്റെ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ. ഇത് നല്ലൊരു ട്യൂട്ടറാണ്. JBLൻ്റെ സൂപ്പർ ട്യൂട്ടർ സ്റ്റേജ് 1 ആണ്. അപ്പോൾ ഒന്ന് കാണിച്ചെന്നുള്ളൂ. അപ്പോൾ നമ്മുടെ ഈ വീഡിയോയിൽ കണ്ട ഏത് സാധനം വേണേലും നിങ്ങൾക്ക് ഗൂഗിൾ പേ ചെയ്യാം. ഗൂഗിൾ പേ ചെയ്യാനുള്ള ഡീറ്റെയിൽസ് ഈ നമ്പറിൽ തന്നെ വേണം ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് അക്കൗണ്ട് നമ്പർ, കമ്പനിയുടെ അക്കൗണ്ട് നമ്പർ നമുക്ക് തരാം. അക്കൗണ്ട് നമ്പർ ചെയ്യുക. എന്നിട്ട് ഗൂഗിൾ പേ ചെയ്തതിന് ശേഷം അതിനകത്ത് തന്നെ നിങ്ങളുടെ അഡ്രസ്സ്, ഫോൺ നമ്പർ, പിൻകോഡ് ഈ ഗൂഗിൾ പേയ്ക്കകത്ത് തന്നെ മെസ്സേജിനകത്ത് ടൈപ്പ് ചെയ്തിടുക. വാട്സാപ്പിൽ ഇട്ട് കഴിഞ്ഞാൽ പലപ്പോഴും നമുക്ക് എടുക്കാനോ കാണാനോ പറ്റിയില്ല. കാരണം വാട്സാപ്പിൽ അതുപോലെ മെസ്സേജസ് വരുന്നതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ ഇട്ടിരിക്കുന്ന സാധനം അതിനകത്ത് തന്നെ മെസ്സേജ് വരുമ്പോൾ നിങ്ങളുടെ അഡ്രസ്സ്, ഫോൺ നമ്പർ, പിൻകോഡ് പ്രത്യേകം ഞാൻ എടുത്ത് പറയാം. അഡ്രസ്സ്, ഫോൺ നമ്പർ, പിൻകോഡ്. കാരണം ഗൂഗിൾ പേയ്ക്കകത്തുനിന്ന് ഫോൺ നമ്പർ എടുക്കാൻ പറ്റില്ല, അതെപ്പോഴും ഓർത്തോണം. അപ്പോൾ അത് 3ഉം കൃത്യമായിട്ട് ഇടുവാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇത് അന്ന് തന്നെ കൊറിയർ ചെയ്ത് തരാൻ പറ്റും. പിന്നെ നമ്മുടെ വേറൊരു സാധനം കൂടെ ഉള്ളൂ, മീഡിയ ബോക്സ്. അതായത് നിങ്ങളുടെ ഏത് TVയെയും ആൻഡ്രോയിഡ് TV ആക്കുന്ന ഒരു സാധനമുണ്ട്. ഇതൊരു ഏത് പിക്ചർ ടു TV, ഇത് ഒരു സാധനം ഏത് പിക്ചർ ടു TVയോ LED TVയോ പഴയ LCD TVയോ ഏത് TVയും ആൻഡ്രോയിഡ് വെർഷൻ 15. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ആൻഡ്രോയിഡ് 15 ആണ്. ആൻഡ്രോയിഡ് 15 ഉള്ള ഒരു സാധനമാണ് ഇത് നമുക്ക് അയച്ചു തരാൻ പറ്റും. ഇതിൻ്റെ പ്രത്യേകത 4G റാമും 32 GB റോമും ഉള്ള അടിപൊളി ആൻഡ്രോയിഡ്. പിന്നെ ഇതിന് വോയിസ് മെസ്സേജ് ഉണ്ട്. വോയിസ് പറഞ്ഞാൽ മതി. ഈ സാധനം പ്രായമുള്ളവർക്കൊക്കെ യൂസ് ചെയ്യാം. വോയിസ് ആയിട്ട് പറഞ്ഞാൽ അത് പിക്ക് ചെയ്തോളൂ. യൂട്യൂബ് വേണമെന്ന് പറഞ്ഞാൽ യൂട്യൂബ് വരും, നെറ്റ്ഫ്ലിക്സ് വേണമെന്ന് നെറ്റ്ഫ്ലിക്സ് വരും, പാട്ടിൻ്റെത് വേണമെന്ന് പറഞ്ഞാൽ ഇന്ന സിനിമ വേണമെന്ന് പറഞ്ഞാൽ അത് വരും. അങ്ങനെയുള്ള അതിമനോഹരമായ വാറണ്ടിയുള്ള സാധനമാണ്. സാധാരണ ഈ ടൈപ്പ് സാധനം മുഴുവൻ വാറണ്ടി ഇല്ലാത്ത ഐറ്റമാണ്. ഇത് വാറണ്ടി ഉള്ള സാധനമാണ്. ഇതും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് അയച്ചു തരാം. നമ്മുടെ ഗൂഗിൾ പേ നമ്പറിൽ നിങ്ങൾ ഗൂഗിൾ പേ ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമ്മൾ പരിചയപ്പെട്ടു. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒത്തിരി പേരുണ്ട്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. സബ്സ്ക്രൈബ് ചെയ്ത് കാണുമ്പോൾ നിങ്ങൾക്ക് ഒത്തിരി ഗുണങ്ങളുണ്ട്. കാരണം ഞാൻ ഇതുപോലെയുള്ള വിധമാർന്ന വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ തന്നെ നിങ്ങൾക്കിത് കാണാനും അറിയാനും പറ്റും. ചില ആൾക്കാരിങ്ങനെ സ്പീക്കർ, പഴയ സബ് വൂഫറിൻ്റെ കുറേ കളക്ഷൻ ഇരിപ്പുണ്ട്, അത് ചോദിക്കുന്നുണ്ട്. സ്പീക്കർ ചോദിക്കുന്നുണ്ട്. അതെല്ലാം നമുക്കൊന്ന് എടുത്തു കൊണ്ടുവന്ന് വെക്കാനുള്ള ഒരു സമയം കിട്ടാത്തതുകൊണ്ടാണ്. നിങ്ങൾ വീഡിയോ കാണുന്നവർക്കറിയാം ഇവിടുത്തെ ഒരു തിരക്ക്. ഒരു മനുഷ്യന് ചെയ്യാവുന്നതിൻ്റെ മാക്സിമം ഞാൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ കമൻ്റ് ഇടുന്നവരൊന്നും കുഴപ്പമൊന്നുമില്ല. ഈ മോശം കമൻറ്റുകളും കളിയാക്കി കമൻറ്റുകൾ ഇടുന്നതും എനിക്കിഷ്ടമാണ്, കുഴപ്പമില്ല.
പക്ഷേ നമ്മൾ വസ്തുതയ്ക്ക് നിരക്കാത്ത രീതിയിലുള്ള കമൻറ്റുകൾ ഇടുന്നത് വളരെ ഒരു ശരിയായ പ്രവണതയല്ല. പിന്നെ നമ്മൾ കമൻ്റ് ഇടാൻ വേണ്ടിയിട്ട്, മോശം കമൻ്റ് ഇടാൻ വേണ്ടിയിട്ട് മാത്രം ഇരിക്കുന്ന കുറച്ച് ആൾക്കാരെ എനിക്കറിയാം. അതുകൊണ്ടൊന്നും നമുക്കൊരു പ്രശ്നം ഉണ്ടാകത്തില്ല. നിങ്ങൾ എന്നാ ഇട്ടാലും നമ്മളത് കാണും. നിങ്ങൾക്കേ കുഴപ്പമുള്ളൂ. നിങ്ങൾ അതൊക്കെ നിർത്തിയിട്ട് വല്ല പണിക്കും പോവുക. അതാ എനിക്ക് പറയാനുള്ളൂ. ജോലി ചെയ്ത് ജീവിക്കുക. അപ്പനെയും അമ്മയും പണിക്ക് വിട്ടിട്ട് വീട്ടിലിരുന്ന് കമൻറ്റ് ചെയ്യുന്ന തൊഴിലാളികളോടാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ഇഷ്ടംപോലെ വീഡിയോസ് കാണാറുണ്ട്. ഞാൻ ആർക്കും ഇതുവരെ മോശം കമൻ്റ് ഇടാൻ തന്നെ ഞാൻ പോകാറില്ല. കാരണം എനിക്ക് സമയമില്ല. അപ്പോൾ ജോലിയുള്ള സമയമില്ലാത്തവർക്ക് ഈ മോശം കമൻ്റ് ഇടാം. നല്ല കമൻറ്റുകൾ ഇടുന്ന പോലെ തന്നെ മോശം കമൻറ്റ് നിങ്ങൾക്ക് ഇടാനുള്ള അവകാശം നിങ്ങൾക്കുണ്ട്. അതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പം നമുക്ക് ചില ആൾക്കാരെ നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആരാന്ന് നമുക്കറിയാം. നിങ്ങളുടെ മോട്ടിവേഷൻ എന്നാണെന്നറിയാം. അത് നിർത്തിയത്. അപ്പോൾ പറഞ്ഞു, നമുക്ക് വേണ്ട എല്ലാ സാധനവും നിങ്ങൾക്ക് അയച്ചു തരാം. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇത്രയും നേരം കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ നന്ദിയുണ്ട്. ഫോൺ പലപ്പോഴും നമുക്ക് എടുക്കാൻ പറ്റാതെ വരുന്നത് തിരക്കായതുകൊണ്ടും ഫോൺ അതുപോലെ വരുന്നതുകൊണ്ടുമാണ്. നമ്മൾ മനഃപൂർവ്വം എടുക്കാതെ വരാറില്ല. കാര്യങ്ങൾ തുറന്ന് പറയുന്ന ഒരു സ്റ്റൈലാണ് എൻ്റേത്. അപ്പോൾ അത് മൂടി വെച്ച് കള്ളത്തരം പറയുന്നതിലും നല്ലത് ഉള്ള കാര്യം പച്ചയ്ക്ക് പറയുന്നതല്ലേ. അതിപ്പോൾ ഒരു പ്രയാസവും ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഒരു സ്റ്റൈലാണ്. ഓക്കെ, താങ്ക് യു. ഇത് പഞ്ച് ബോക്സിൽ നമ്മളൊരു പൈനിയറിൻ്റെ സെറ്റ് പിടിപ്പിച്ചതാണ്. നമ്മുടെ ആംപ്ലിഫയറുമായിട്ട് കണക്ട് ചെയ്യുക. ഇത് 12 ഇഞ്ച് ഡ്യുവൽ കോർ ഡ്യുവൽ കോയിലുള്ള ഹെവി മാഗ്നറ്റുള്ള പൈനിയറിൻ്റെ സബ്വൂഫറാണ് ഈ വെച്ചിരിക്കുന്നത്. ഇത് പൈനിയറിൻ്റെ 4-way സ്പീക്കറാണ് ഈ രണ്ട് സൈഡിലും വെച്ചിരിക്കുന്നത്. ഇങ്ങനെ ഒരു സെറ്റ് ചെയ്ത് വീട്ടിൽ വെച്ചാൽ സൗണ്ട് ബാറും മറ്റേത് ഓഡിയോ സിസ്റ്റവും പഴയ സാധനം എല്ലാം എടുത്ത് ദൂരെ കളയും. ഇതേന്ന് വരുന്ന സൗണ്ട് ഉണ്ടല്ലോ, സ്വീറ്റ് സൗണ്ടാണ്. ഞാനൊരു ഷോർട്ട് എടുത്തിട്ടിട്ടുണ്ട്. ആൾക്കാർ ഇത് കണ്ടിട്ട് കാണും. ഓക്കെ, ഇവിടെ ഒന്ന് കാണിച്ചെന്നുള്ളതേ ഉള്ളൂ. വേണ്ടവർക്ക് നമുക്ക് ചെയ്തു തരാം. ഈ സ്പീക്കറും സെറ്റും കൂടെ ഞങ്ങളൊരു വീട്ടിൽ വെച്ച് കൊടുക്കാൻ പോവുകയാണ്. അത് അവരുടെ വീട്ടിൽ ഒരു കൊച്ചുണ്ട്. ആ പുള്ളിക്കാരന് വേണ്ടിയിട്ടാണത്. അത് പെട്ടെന്ന് സ്ട്രോക്ക് വന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് ആ വീടാണെങ്കിൽ ആ വീട്ടിൽ ചെന്ന് ഞങ്ങളിത് സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ ആ പെർഫോമൻസ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിക്കോളൂ. എന്നാ രസമാണെന്ന്. ആ രണ്ട് സ്പീക്കർ വേറെ ലെവലാണ്. ആ വീട് ശരിക്കും കിടന്ന് കുലുങ്ങാണ്. അതിൻ്റെ ശബ്ദം നിങ്ങൾ കേട്ടല്ലോ. അപ്പോൾ ഇത് നിങ്ങളുടെ വീട്ടിലും വെക്കാൻ പറ്റും. ഇതൊരു വേറൊരു ലെവലാണ്. ഒരു ഹോം തിയേറ്റർ പോലെയോ ഒരു സൗണ്ട് ബാർ പോലെയോ അങ്ങനെയുള്ള ഒരു സംഭവമല്ല ഇത് വേറൊരു ലെവലാണ്. ഇത് ഈ ഇദ്ദേഹത്തിന് വേണ്ടിയിട്ടാണ് ഈ സെറ്റ് ഇവിടെ സെറ്റ് ചെയ്തതായിരിക്കുന്ന പയ്യൻപുള്ളി ജയിച്ച് ജോലി ചെയ്തുകൊണ്ടിരുന്നതാണ്. പെട്ടെന്നൊരു സ്ട്രോക്ക് വന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പം നമ്മുടെ ചാനൽ സ്ഥിരം കാണുന്നവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ട് വേണം കാണാൻ. പല ആൾക്കാരും പറയുന്നുണ്ട് ഇപ്പോൾ വീഡിയോ കിട്ടുന്നില്ലല്ലോ എന്ന്. അത് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെച്ചെങ്കിൽ മാത്രമേ നല്ല നല്ല വീഡിയോസ് നമ്മൾ ഇടുമ്പോൾ കിട്ടുകയുള്ളൂ. അതുകൊണ്ട് പെട്ടെന്നൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ടെക് ട്രാവൽ ബൈ സോണി ജിൻസി.